നമ്മളെന്നല്ലൊരു വെണ്ടക്ക അപാരത് അതിലോട്ട് കടകാൻ പോകണം. എനിക്ക് ഇതൊന്നും സംബന്ധം ഇഷ്ടമല്ല. എൻ്റെ അമ്മക്ക് വേണ്ടി ഞാൻ പ്യൂർ നോൺ വെജാണ്. അപ്പോൾ ഇച്ചിരി വെണ്ടക്കായ്ക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിന് 3 കൂടെ ഇടും. ഇതെല്ലാം കൂടെ എന്നിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻറ്റ് അതിലോട്ട് കിടക്കാം. നമുക്ക് അരിഞ്ഞിട്ട് കാണാം. നല്ല പാത്രം ഒന്നും ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കുന്നത് എണ്ണ നമുക്ക് ആവശ്യത്തിന് എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണയാണെങ്കിൽ ആവശ്യം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിൽ സവാള ഇടാം. ഞാൻ കട്ട് ചെയ്ത സവാളയാണ് ഗൈസ്. അതെ, സവാള ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി പച്ചമുളക് ഡെക്കറേഷൻ ചെയ്യാം. ഇതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൽ നല്ലോണം മിക്സാക്കി വഴണ്ടിട്ട് കാണാം. ഞാൻ പറഞ്ഞാൽ നല്ലോണം വഴണ്ട. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇച്ചിരി ഉപ്പിടാം. അതെ, ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി മഞ്ഞൾപ്പൊടി ഇടാം. അതാ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി മുളക് പൊടിയും കൂടി ഒന്ന് ഇത്തിരി കൊടുക്കാം. കണ്ടോ, മുളക് പൊടി ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യണം. നമുക്ക് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് മണമൊക്കെ വന്ന് നല്ല രസമായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് ഇവിടെ. അതെ, ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഇനി ഈ വെണ്ടക്ക എങ്ങനെ എടുത്തിടാം. ഇതേ വെണ്ടക്ക കേട്ടോ, ഞാനിത് വെണ്ടക്ക ഞാൻ പറഞ്ഞില്ലേ കണ്ടോ. അപ്പോൾ വെണ്ടക്ക ഇതിലോട്ട് ആവശ്യത്തിന് അങ്ങനെ ഇട്ടിട്ടുണ്ട് ഫുള്ള്. നമുക്കിനി ഇത് ഫുള്ള് അങ്ങനെ മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തിട്ട് നല്ലോണം അങ്ങനെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്രൈയും വഴണ്ടൊക്കെ ആയിട്ട് നമുക്ക് ഇനി കാണാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. സോഡൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് തുറക്കാം. നല്ലോണം സാധനം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ സിമ്പിളായിട്ടുള്ള വെണ്ടക്ക അപാരതക്കറി നിങ്ങളെല്ലാവരും കൂടെ വീട്ടിലുണ്ടാക്കി നോക്കി എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമുക്കൊരു പുതിയതായിട്ട് കാണാം. ടാറ്റാ.